നമസ്കാരം. ആർ.പി. പ്രതീക്ഷിച്ചതുപോലെ കൃത്യം 15-ാം ദിവസം ഇന്ത്യ പാകിസ്ഥാന് മേൽ ശക്തമായ ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. ഇത് പ്രതീക്ഷിച്ചതാണ്, ഒരുപക്ഷെ പാകിസ്ഥാനും പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ ഈ പറഞ്ഞതുപോലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ രാജ്യസ്നേഹി എന്നുള്ള നിലയിൽ ഈ ഒരു ഓപ്പറേഷൻ അങ്ങ് ആദ്യം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു കഴിഞ്ഞ 15 ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വിഷമമുണ്ട്, ഒരു മാനസിക പിരിമുറുക്കം, ഒരു തരം നിസ്സഹായത. നമുക്കറിയാം ഭാരതം എന്നായാലും തിരിച്ചടിക്കുന്ന എങ്ങനെയാണ്, എവിടെയാണ് എന്നുള്ളത് മാത്രമായിരുന്നു ചോദ്യം. പക്ഷേ അത് നടക്കുന്നവരെ നമുക്കുള്ള ഒരു ഇതുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ആർമി ടാർഗറ്റിന് നേരെ പോലും അല്ല, പാവപ്പെട്ട നിസ്സഹായരായ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി തൊട്ട് മുമ്പുള്ള നിമിഷം വരെ വളരെയധികം സന്തോഷിച്ച്, ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശോഭനമായ മുഹൂർത്തമാണ് ഈ കുറെ തീവ്രവാദികൾ വന്ന് തല്ലിക്കെടുത്തിയത്, ഇല്ലേ? ഒരു കുഞ്ഞുങ്ങളുടെ മുമ്പിലെ, ഭാര്യയുടെ മുമ്പിലെ, അമ്മയുടെ മുമ്പിലൊക്കെ പുരുഷന്മാർ ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പുവരുത്തി അവരെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹമാസും IS-ഉം ഒക്കെ ചെയ്യുന്നത് പോലത്തെ ഒരു അതിലും ക്രൂരമായ പ്രവർത്തനമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അർഹിക്കുന്ന ഒരു രാജ്യമല്ല. നമ്മൾ മര്യാദയ്ക്ക് പുരോഗതിയിലേക്ക് പോകുന്ന ഒരു രാജ്യമാണ്. നമ്മൾ അങ്ങോട്ട് ആരെയും ആക്രമിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ചെല്ലുന്നില്ല. ഇങ്ങോട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തിനകത്ത് കടന്നു കയറി ഇത്രയും ചെയ്യുമ്പോൾ തിരിച്ചടിക്കുമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ അത് എവിടെ, എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ എന്നൊക്കെയുള്ളത് വലിയ വിഷയമായിരുന്നു. എന്തായാലും ഇപ്പോൾ സനോജ് പറഞ്ഞ പോലെ ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയിൽ വലിയ സമാധാനം തോന്നുന്നുണ്ട്. ഇതിനകത്ത് രണ്ടാമതൊരു സമാധാനം തോന്നുന്നത് ഇതൊരു പ്രിസിഷൻ സ്ട്രൈക്കാണ്. ഇപ്പോൾ മുർദിക്കയിലെ ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനമാണ് തകർത്തിരിക്കുന്നത്. ഒരു വലിയ മസ്ജിദുണ്ട്, ആ മസ്ജിദ് തരിപ്പണമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ മസ്ജിദിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള കെട്ടിടങ്ങൾക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അപ്പോൾ സാധാരണക്കാരായ അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഇനി ഇത് പാകിസ്ഥാനാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം. അല്ല, അത് തന്നെയാണ് ആർ.പി. കാര്യം. ഇതിന്റെ ആക്രമണം ഉണ്ടായ ആദ്യ സമയങ്ങളിലൊക്കെ പാകിസ്ഥാൻ ഒരു തെറ്റായ ധാരണ ലോകത്തിന് മുമ്പിൽ കൊടുക്കാൻ ശ്രമിച്ചത് ഈ സിവിലിയൻസിനെയാണ് ആക്രമിച്ചത് എന്ന തരത്തിലുള്ള ട്വീറ്റുകളാണ് ആദ്യം വന്നത്. പക്ഷെ പിന്നീട് ഇന്ത്യ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച അല്പസമയത്തിനകം ആർമിയുടെ വാർത്താ സമ്മേളനം വരുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ 10 മണിക്ക് അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആർമി മാത്രമല്ല, ഡിഫൻസിന്റെയും എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സംയുക്ത പത്രസമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ വിദേശകാര്യ സെക്രട്ടറി പോലും ആ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ആക്രമണം നടന്ന, നിങ്ങൾ ഇപ്പൊ ഇന്നലെ വൈകുന്നേരം രാത്രി വരെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു ഇന്ത്യൻ ഹാബിറ്റാറ്റ് സെന്ററിലെ ഒരു പരിപാടിയിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ S. ജയശങ്കർ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ വളരെ സമാധാനമായി, വളരെ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ നോർമൽ, എല്ലാം വളരെ നോർമലായിരുന്നു. അപ്പോൾ പക്ഷേ രാത്രിയിൽ 2 മണിയോടുകൂടി ഇവരെല്ലാവരും 2 മണിക്ക് ഇവരെല്ലാവരും കോർഡിനേറ്റഡ് ആയിട്ട് ട്വീറ്റുകൾ ഇട്ടു. നിങ്ങളെടുത്ത് നോക്കിയാൽ രാജ്നാഥ് സിംഗ്, S. ജയശങ്കർ ഇവരെല്ലാവരും ഒരേപോലെ ട്വീറ്റ് ഇട്ടു. അപ്പോൾ ഇത് വളരെ കോർഡിനേറ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇത് വളരെ കൃത്യമായി, എന്നാൽ എസ്കലേറ്റ് ചെയ്യരുത്, ഒരു യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ നമുക്കും താല്പര്യമില്ല. അത് വളരെ കൃത്യമായ സന്ദേശം കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിപ്പോൾ 10 മണിക്ക് പത്രസമ്മേളനം നടക്കുന്നുണ്ടെങ്കിലും ഇന്നലെ തന്നെ ഈ ആക്രമണം നടന്നപ്പോൾ തന്നെ നമ്മൾ മിക്കവാറും എല്ലാ ലോകരാജ്യങ്ങളെയും വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതാണ് കാരണം, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, സിവിലിയൻസിന് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ തീവ്രവാദികളുടെ ക്യാമ്പുകൾ തകർത്തിട്ടുണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ത് പ്രൊപ്പഗാൻഡ നടത്തിയാലും അത് ലോകരാജ്യങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ മാത്രമല്ല, പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അവരുടെ വിശ്വാസ്യതയുടെ കാര്യത്തിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ, ഇവിടെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പാകിസ്ഥാൻ ഏറെ മുമ്പിലായിരുന്നു പ്രൊപ്പഗാൻഡ വാറിൽ. UN-ലും US-ലും ഒക്കെ പാകിസ്ഥാൻ ലോബികൾ നുണപ്രചരണം നടത്തുന്നതിൽ നമ്മളെക്കാട്ടിൽ വളരെ മുമ്പിൽ നമുക്കെതിരെയുള്ള ഭാരതവിരുദ്ധ പ്രചരണം വലിയ തോതിൽ നടത്തിയിരുന്നു. നമുക്കതിനെതിരെ എഫക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അങ്ങനല്ല. ഇപ്പം നമ്മളാണ് പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുകയാണ്. അല്ല, ഈ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരു ബ്ലാങ്ക് ചെക്കാണ് ആർമിക്ക് അല്ലെങ്കിൽ സംയുക്ത സേനകൾക്ക് പ്രധാനമന്ത്രി നൽകിയത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതി ചേർത്ത് തീരുമാനിക്കാം. നമ്മുടെ രാജ്യത്ത് ഇത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നുമല്ല. നമ്മുടെ രാജ്യത്ത് പട്ടാളമല്ല പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നത്. അതിപ്പോൾ നരേന്ദ്രമോദി ഇന്ന് ചെയ്തത് ആദ്യമായിട്ടുമല്ല, ഞാൻ അതുകൂടെ പറയാം. കാരണം ലാൽ ബഹാദൂർ ശാസ്ത്രി ആയാലും ശ്രീമതി ഇന്ദിരാഗാന്ധി ആയാലും ഇത് തന്നെയാണ് ചെയ്തത്.
അവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം പറയും, ഇത് വേണം ചെയ്യാൻ, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക്, ഇതിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ്, ഇതൊക്കെ ആംഡ് ഫോഴ്സസ് ആണ് തീരുമാനിക്കുക. അത് നമ്മുടെ രാജ്യത്തിന്റെ. ഞാനിപ്പോൾ ഓർക്കുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ താങ്കൾ പറഞ്ഞത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇതുപോലെ 14 ദിവസം കഴിഞ്ഞാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ. 14 അതിൽ കൂടുതൽ, അതായത് മെയിലോ മറ്റോ നടത്താൻ പറ്റൂന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയോടെ ജനറൽ മനേക്ഷ പറഞ്ഞത് ഇപ്പോഴൊന്നും പറ്റില്ല, നമുക്ക് ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടേ നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന്. ഇന്ദിരാഗാന്ധിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ അവർ വളരെ കൃത്യമായി തന്നെ അത് ഉൾക്കൊണ്ടു. കാരണം പറയുന്നത് സൈന്യമാണ്, സൈന്യാധിപനാണ്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മഹത്തായ പാരമ്പര്യമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റും സൈന്യവും പ്രതിരോധ സേനയും തമ്മിലുള്ള ആ സമന്വയം മഹത്തായ ഒരു കാര്യമാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ഇവിടെയും വർക്കൗട്ട് ആയിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ഓപ്പൺ ഹാൻഡ് വർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എനിക്ക് അതിലും ഇഷ്ടം തോന്നിയത് ഈ പേരാണ്. എനിക്ക് ഓപ്പറേഷൻ സിന്ദൂർ. ഞാൻ ഈ പേര് ആദ്യം കേട്ടപ്പോൾ തന്നെ ഇന്ന് വെളുപ്പിനെ തന്നെ അതിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. കാരണം ഹിന്ദു വനിതകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച ഒരു ഭീകരാക്രമണമാണ്. ഇതിനപ്പുറം ഒരു പേര് കൊടുക്കാനില്ല. അത്ര ഭാവനാപൂർണമായ പേര്. ഇപ്പോൾ ഒരല്പം മുമ്പ് ശുഭം ദ്വിവേദി എന്ന് പറഞ്ഞ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു യുവാവിൻ്റെ ഭാര്യ, അവരൊരു ദേശീയ മാധ്യമത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, ഇന്ത്യ ടുഡേയോട്. അപ്പോൾ അവരും പറയുന്നത് അതാണ്, ഇങ്ങനെ ഒരു പേര് നരേന്ദ്രമോദിക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ സാധ്യമല്ല. കാരണം ആ പേരിലെല്ലാം ഉണ്ട്. ആൾക്കാർക്കുണ്ടായ വേദന, ഈ പെൺകുട്ടികൾക്കുണ്ടായ വേദന, നവവധുവാണ്, അവർക്കുണ്ടായ വേദന വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു പേരാണത്. അപ്പോൾ ആ പേര് എടുത്തതിൽ മുതൽ ചെയ്ത കാര്യങ്ങൾ വരെയുള്ളതിന് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ട്, കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. അതുപോലെ ഈ തിരിച്ചടിക്കുക എന്നുള്ളത് കൃത്യമായ ലക്ഷ്യമായിരുന്നു, അത് നമ്മൾ ചെയ്യുകയും ചെയ്തു. ഇനി അതിലും ഉപരിയാണ് ഈ 140 കോടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത്. ഭാരതത്തിൽ ഇപ്പോൾ പലയിടത്തും മോക്ക് ഡ്രില്ലും മറ്റുമൊക്കെ ഇന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനു മുമ്പാണ് ഈ തിരിച്ചടി നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഭാരതം ആക്രമിച്ചിരിക്കുന്നത് അവരുടെ ഒരു സിവിലിയൻസിന്റെയും ജീവൻ കവർന്നിട്ടില്ല. സൈനിക താവളങ്ങളിൽ ഒന്നുമല്ല ഈ ആക്രമണം നടന്നത്. കൃത്യമായി ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ താവള കേന്ദ്രങ്ങളിൽ, അവരുടെ ക്യാമ്പസുകളിലാണ് ആക്രമണം നടന്നത്. പൽഹാം ഭീകരാക്രമണം മാത്രമല്ല, അതിനു മുമ്പ് നടന്ന പുൽവാമ അറ്റാക്കിന്റെയും പാർലമെന്റ് ആക്രമണത്തിന്റെയും ഒക്കെ പ്ലാനിംഗ് നടന്ന കേന്ദ്രങ്ങളാണ് തകർന്ന് തരിപ്പണമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള കാര്യം? ഇപ്പൊ തന്നെ റെഡ് അലർട്ട് എന്നുള്ള രീതിയിൽ വടക്കുള്ള ചില വിമാനത്താവളങ്ങൾ അടച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്രയും ചർച്ചകൾ നടന്നതാണ്. പാകിസ്ഥാൻ തിരിച്ചെന്ത് ചെയ്യുമെന്നുള്ള എല്ലാ ഓപ്ഷൻസും തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പം തിരിച്ച് പാകിസ്ഥാനകത്ത് അവരുടെ നേതൃത്വത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. കാരണം അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല. എന്നാൽ തീവ്രവാദികൾക്കുള്ള മറുപടി നമ്മൾ കൊടുത്തു. മാത്രമല്ല, ഭീകരതയെ പാലൂട്ടി വളർത്തിയവരാണ് പാകിസ്ഥാൻ എന്ന് പ്രതിരോധ മന്ത്രി എല്ലാവരും പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ശിക്ഷിച്ചിട്ടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ടാർഗറ്റ് അറ്റാക്ക് മാത്രം, പ്രിസിഷൻ അറ്റാക്ക് മാത്രമാണ് ചെയ്തത്. അല്ലാതെ നമ്മുടെ കരസേന രാത്രിയിൽ നിയന്ത്രണ രേഖ കടക്കുകയും അപ്പുറത്ത് പോവുകയും ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിരുന്നെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഇപ്പം 100 കിലോമീറ്റർ അകത്ത് പോയിട്ട്, അതായത് ഈ പറയുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ അല്ല, പഞ്ചാബിലാണ്. 100 കിലോമീറ്റർ അകത്ത് പോയിട്ടാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. എന്നിട്ടും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. മനസ്സിലായില്ലേ? പാകിസ്ഥാന് അറിയാം ഞങ്ങളുടെ ഈ ഭാരതത്തിന്റെ ആക്രമണം, ഭാരതത്തിന്റെ ആക്രമണം വരുന്നുണ്ടെന്ന് അറിയാം. എന്നിട്ട് പോലും ഇവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ എവിടെ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിപ്പോൾ കൃത്യമായി ബോധ്യമുണ്ട്. നമ്മളുടെ സേന കൂട്ടമായിട്ട് ഈ പറയുന്നത് പോലെ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു യുദ്ധമായിട്ട് മാറും. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. ഇനി പാകിസ്ഥാൻ ഇങ്ങോട്ട് തിരിച്ച് എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും മുമ്പോട്ടുള്ള ഭാവി. നമുക്കറിയാം, കാലാകാലങ്ങളായി നമ്മൾ പേടിക്കുന്ന ഒരു കാര്യം ചൈന എന്നുള്ള മറ്റൊരു ശക്തിയാണ്. കാര്യം ചൈന പാകിസ്ഥാനെ ഏണി വെച്ച് കൊടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു. ചൈന പാകിസ്ഥാൻ ഏണി വെച്ച് കൊടുക്കുമായിരിക്കും. പക്ഷെ ചൈന ഒരിക്കലും ആ ഏണിയിൽ കയറില്ല. ചൈന ഒരിക്കലും ഭാരതവുമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡയറക്റ്റ് കൊമ്പ് കോർക്കില്ല. ചൈനീസ് ഒന്നും ചെയ്യുകയില്ല. ചൈന പക്ഷേ പാകിസ്ഥാനെ സഹായിക്കും. അത് ഉറി ആക്രമണം നമുക്കറിയാം. ആ സമയത്തും ഒക്കെ, കാർഗിൽ സമയത്തും ഒക്കെ പാകിസ്ഥാന്റെ സഹായം ചൈനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തുർക്കിയുടെ സഹായവും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ഒരു മിലിറ്ററി സ്ട്രൈക്ക് നടന്നു. ഇനി ഒരു ലോങ് ടേം പ്ലാൻ, ഞാനത് തുടക്കത്തിൽ RP തോട്ട്സിലും നമ്മുടെ തത്വമയിൽ പറഞ്ഞിരുന്നു. 2 പ്ലാൻ ഉണ്ടാവും. ഒന്ന് ഇമ്മീഡിയറ്റ് സ്ട്രൈക്ക്, 2 ലോങ് ടേം പ്ലാൻ.
കാരണം പാകിസ്ഥാൻ എന്ന രാജ്യം ഇനിയും ഭാരതത്തിനെതിരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ തല പൊങ്ങാൻ പാടില്ല. അതിനൊരു ലോങ് ടേം പ്ലാൻ നമ്മളുടെ ഭാഗത്തുണ്ടാകും. അത് നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ചേർന്ന കാര്യമായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ വിശദീകരിക്കേണ്ട കാര്യം. ഇസ്രായേലിന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് ഇത് കൃത്യമായി ഇന്ത്യ തിരിച്ച് അവർക്ക് കൊടുക്കേണ്ട ഒരു മറുപടി തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാര്യം ഇന്ത്യൻ മണ്ണിൽ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ ഇത് തന്നെയാണ് കൊടുക്കേണ്ട മറുപടി. അപ്പൊ ലോകരാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യക്ക്, അമേരിക്കയും പറഞ്ഞിട്ടുണ്ടല്ലോ. അമേരിക്ക അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അമേരിക്ക പറഞ്ഞത് ഇത് ഇനിയും വലിയൊരു എസ്കലേഷനിലേക്ക് പോവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ളത് കിട്ടി, മേടിച്ചു മിണ്ടായിരിക്കെ എന്നുള്ള സന്ദേശമാണ് അമേരിക്ക കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ അവസാനിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വലിയ ബഹളങ്ങളൊക്കെ അവർ പറയും, അവർ വലിയ പ്രസ്താവന, യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യും. പക്ഷെ അതിനപ്പുറത്തോട്ട് ഇത് പോകാൻ സാധ്യത കുറവാണ്. എന്തായാലും ഈ സംയുക്ത സേനയുടെ വാർത്താ സമ്മേളനം വരാനിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മളിതൊരു കൺക്ലൂഷൻ പറഞ്ഞ ഒരു കാര്യം കൂടെ, ഇപ്പോൾ സേനാ വിഭാഗങ്ങളുടെ ഒരു വലിയ മേഖലയായിട്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഇതിനോടൊപ്പം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കൃത്യമായ ഒരു കോർഡിനേഷൻ കൂടി. തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് R&AW ആണ് 9 കേന്ദ്രങ്ങളൊക്കെ തെരഞ്ഞെടുത്തത്. കാരണം റോയ്ക്ക് അറിയാം എവിടെ എങ്ങനെ. കുറെ ആൾക്കാരെ ഇവര് ഈ പാക് ഓക്യുപ്പൈഡ് കശ്മീരിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഇത്രയും അകത്ത് പോയിട്ട് ആക്രമണം ഉണ്ടാവുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെ കുറെ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുത്തത് രഹസ്യാന്വേഷണ ഏജൻസികളാണ്. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ട്വീറ്റുകളിൽ വരുന്നത് 80-നും 100-നും ഇടയ്ക്കുള്ള കാഷ്വാലിറ്റീസിന്റെ എണ്ണമാണ്. ഇതിലും കൂടാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കൂടാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അത് പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ ആ സമയത്ത് ഈ ആക്രമണത്തിന് മണിക്കൂറുകൾ മുമ്പ് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. അതിൽ ഏതെങ്കിലും തലവൻ ഉൾപ്പെട്ടിട്ടുണ്ടോ ഹാഫിസ് സയ്യിദ് ഉൾപ്പെടാൻ സാധ്യത കുറവാണ്. ബങ്കറിലേക്ക് മാറിയിട്ടുണ്ട്. അയാളെ പാകിസ്ഥാൻ ആർമി തന്നെ അവരുടെ ബങ്കറിലേക്ക് മാറ്റി എന്നാണ് നമ്മൾ അറിയുന്നത്. അയാളെ മാറ്റിയിട്ടുണ്ട്. അയാളുടെ മകനൊക്കെ ഇപ്പോൾ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അയാൾ ഇന്ത്യക്കെതിരെ, മോദിക്കെതിരെ ആക്രോശിക്കുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തു പറ്റി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഒരു 80-90-നിടയിൽ ആൾക്കാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ, അവരുടെ ട്രെയിനികൾ ഒക്കെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ വരാനിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരാനുണ്ട്. അതിന് സമയം നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സുമായി എത്തുന്നതായിരിക്കും. നമസ്കാരം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.